ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷന് കൊടുക്കുന്ന മരുന്നുകളെ കുറിച്ച് തന്നെയാണ്. ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ വയാഗ്രയുടെ, അതായത് സിൽഡനാഫിൽ, ടെഡലാഫിൽ പോലെയുള്ള PDE5 ഇൻഹിബിറ്റേഴ്സിൻ്റെ സയൻറ്റിഫിക് വശങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അതോടൊപ്പം കൊടുക്കുന്ന പലതരം സാഷേകളും അതുപോലെ ടാബ്ലറ്റുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഡിസ്കഷന്. ഇതിനെ ബേസിക്കലി പറയാം ന്യൂട്രസ്യൂട്ടിക്കൽ എന്ന് വെച്ചാൽ ഇപ്പോൾ വയാഗ്രയിലൊക്കെ ഒരു കെമിക്കൽ കോമ്പണൻ്റ് ആണുള്ളത്. അതിന് പകരം നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റുകളെ, അതിൻ്റെ എസെൻസിനെയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പ്രൊഡക്ട്സാണിത്. ഇത് സാധാരണ ഡെയിലി കുറച്ച് ലോങ് ടേം ആയിട്ട് കൊടുക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള മെഡിസിനിൽ കോമൺ ആയിട്ട് ഉള്ള കമ്പണൻസ് എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മിക്കവാറും എല്ലാ ടാബ്ലറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഫെനുഗ്രീക്ക് എക്സ്ട്രാക്റ്റ്. നമ്മുടെ ഉലുവയുടെ ഒക്കെ എക്സ്ട്രാക്റ്റ് ആയിട്ട് വരുന്നത്. ഇത് ട്രഡീഷണലി നമ്മുടെ നാട്ടിൽ ഈ ഈസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇത് ഹോർമോൺ റെഗുലേഷന് വേണ്ടിയിട്ടും അതുപോലെ ലാക്ടേറ്റിംഗ് മദേഴ്സിനും അതുപോലെ മെയിൽ ഇമ്പോർട്ടൻസിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സംഗതി തന്നെയായിരുന്നു. ഇത് പ്രസവിച്ച ശേഷമുള്ള സ്ത്രീകൾക്ക് ജാഗരയിൽ മിക്സ് ചെയ്തിട്ട് പണ്ട് മുതലേ കൊടുക്കാറുണ്ട്. അത് മസിൽ സ്ട്രെങ്തനിങ്ങിനും അതുപോലെ ആനബോളിക് എഫക്ട്സ് ഒക്കെ ഉണ്ട് എന്ന് പണ്ടേ ഡിറ്റക്ട് ചെയ്തൊരു സംഭവമാണ്. ഇപ്പോൾ ഉള്ള പുതിയ സ്റ്റഡീസ് ഇത് ബോഡി മാസ് കുറക്കുമെന്നും അതുപോലെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറക്കുമെന്നൊക്കെയുള്ള ഒരു പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത്, ഈ ഫെനുഗ്രീക്ക് എക്സ്ട്രാക്ട് ഈ ഒരു എഫക്റ്റുകൾക്ക് ഉണ്ടാക്കുന്നത് ആരോമറ്റേസ് എന്ന് പറഞ്ഞൊരു എൻസൈമും 5-ആൽഫ റിഡക്ടേസ് എന്ന് പറഞ്ഞ മറ്റൊരു എൻസൈം, ഇത് രണ്ടിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ്. അത് ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവൽ നാച്ചുറലി കൂടും. അത് ഈസ്ട്രോജൻ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോണൊക്കെ ഇൻഹിബിറ്റ് ചെയ്ത് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവൽ നാച്ചുറലി കൂട്ടും. നമുക്കറിയാം മെയിൽസിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവൽ കൂടുമ്പോൾ അത് മസിൽ സൈസിനെ കൂട്ടാൻ നല്ലതാണ്. ബോഡി ഫാറ്റ്, ബോഡി വെയ്റ്റ്, അതുപോലെ ലിബിഡോ, സ്ട്രെങ്ത്, ഇതിനെല്ലാത്തിനും എനർജി, മൂഡ്, ഇതെല്ലാത്തിനും ഈ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കൂടുമ്പോൾ അത് നല്ലതാണ്. അതുകൊണ്ടാണ് ഈ ഫെനുഗ്രീക്ക് എക്സ്ട്രാക്റ്റ് മിക്കവാറും എല്ലാ മെഡിസിനിലും ഒരു കമ്പണൻ്റ് ആയിട്ടുള്ളത്. അതുപോലുള്ള മറ്റൊരു കമ്പണൻ്റ് ആണ് L-ആർജിനിൻ. ഇത് മിക്കവാറും എല്ലാ മെഡിസിനിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. നമുക്കറിയാം, ഞാൻ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനെ കുറിച്ചുള്ള വീഡിയോയിൽ എങ്ങനെയാണ് ഇറക്ഷൻ നടക്കുന്നത് എന്നുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും വേണ്ട ഒരു ഇറക്ഷന് വേണ്ട ഒരു മോളിക്യൂളാണ് നൈട്രിക് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡ് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് ഒരു നൈട്രിക് ഓക്സൈഡ് സിന്തേസ് എന്നുള്ള ഒരു എൻസൈം, അത് L-ആർജിനും ഓക്സിജനും ഒക്കെ ഒരു അങ്ങനത്തെ റിയാക്ഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഇത് ഉണ്ടാകാനുള്ള ഒരു പ്രക്യൂസർ ആണ് L-ആർജിൻ. അതൊരു അമിനോ ആസിഡാണ്, ഒരു സെമി എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ ബോഡിക്ക് എസെൻഷ്യൽ ആവില്ല, പക്ഷേ അതല്ല സമയത്ത് അത് വളരെ എസെൻഷ്യൽ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ L-ആർജിൻ എന്നുള്ള പ്രൊഡക്റ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ നൈട്രിക് ഓക്സൈഡിൻ്റെ ലെവൽ കൂട്ടാൻ കഴിയും. അത് നാച്ചുറലി അത് ഒരു നമ്മുടെ ബ്ലഡ് വെസൽസിന് റിലാക്സേഷൻ കൊടുത്തിട്ട് അതിൽ കൂടുതൽ നമുക്ക് ഇറക്ഷനും കൂടുതൽ വാസ്കുലാർ സപ്ലൈ ഒക്കെ കിട്ടുമെന്നതാണ് ഇതിൻ്റെ ഒരു തിയറി. അപ്പോൾ ഇത് പലപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള ഫുഡിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇപ്പം ഈ നോൺ വെജ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ടർക്കി, ചിക്കൻ, വെജ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള പംകിൻ സീഡ്, സോയാബീൻ, പീനട്ട്, ചിക്ക് പീസ്, ലെൻറ്റിൽസ്, അതുപോലെ പലതരം ഡയറി പ്രൊഡക്ട്സ്, വാട്ടർമെലൺ, സൺഫ്ലവർ സീഡ്, ഇതിലൊക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റാണിത്. അതേസമയം നമുക്ക് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് കൊടുക്കുമ്പോൾ ഒരു ഡേയിൽ 2.5 to 5 ഗ്രാം വെച്ച് കൊടുക്കുമ്പോഴാണ് ഇതിന് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുക. അപ്പോൾ അത്രയും ഒരു ലെവൽ നമുക്ക് നാച്ചുറൽ സോഴ്സിൽ നിന്ന് കിട്ടണമെങ്കിൽ, ഉദാഹരണത്തിന് ഈ പംകിൻ സീഡ്സിൻ്റെ 1 കപ്പ് ഡ്രൈഡ് പംകിൻ സീഡ്സിന് 6.9 ഗ്രാംസ് ഉള്ളത്. അപ്പോൾ അത് നമ്മുടെ നാച്ചുറലി ഉള്ള ഫുഡ്, നോർമലി ഉള്ള ഫുഡിൽ അത്ര ലെവൽ വരാത്തത് കൊണ്ടാണ് ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് മെഡിസിനായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും ടാബ്ലറ്റ് ഫോമിലുള്ള ടാബ്ലറ്റുകൾ ഇതിൻ്റെ അളവ് കുറവായിരിക്കും, 500 മില്ലിഗ്രാമോ അല്ലെങ്കിൽ 1 ഗ്രാമോ ഒക്കെ ആയിരിക്കും. സാഷെ ഫോമിലുള്ളതിൽ 2.5ഉം 3 ഗ്രാമൊക്കെ ഉണ്ടാവുന്ന ഒരു സംഭവമാണത്. ഇനി വേറൊരു പ്രൊഡക്റ്റാണ് ട്രിബുലസ് ടെറസ്ട്രീസ്. അത് മലയാളത്തിൽ ചെറിയ നെരിഞ്ഞിൽ എന്നൊക്കെ പറയും. അതിൻ്റെ ഫ്രൂട്ട്, പൂവ്, അതുപോലെ അതിൻ്റെ ഇല, അങ്ങനത്തെ നല്ലൊരു മെഡിസിനൽ വാല്യൂ ഉള്ളൊരു മെഡിസിനാണിത്. ഇതിന് ഒരു ഗോക്ഷൂർ, അതുപോലെ ഗോഖാരു, പങ്ക്ചർ വൈൻ എന്നൊക്കെ കോമൺ നെയിംസ് ഉണ്ട്. ഇത് ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യൻ ചൈനീസ് സിസ്റ്റത്തിലൊക്കെ ഇത് പലതരം ഡിസീസിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇത് പല സ്റ്റഡീസിലും, എസ്പെഷ്യലി ആനിമൽ സ്റ്റഡീസിലൊക്കെ ഇത് നമ്മൾ എക്സ്ട്രാക്റ്റായിട്ട്, ഈ ട്രിബുലസ് ടെറസ്ട്രീസിനെ എക്സ്ട്രാക്റ്റായിട്ട് കൊടുക്കുമ്പോൾ അത് ഇറക്ഷൻ കൂട്ടുമെന്നും അതിൽ ഇറക്റ്റൈൽ എഫക്റ്റ് കൂട്ടുമെന്നും
അതുപോലെ സെക്ഷൽ ബിഹേവിയേഴ്സിനെ നന്നാക്കുമെന്നൊക്കെയുള്ള ഒരുപാട് പഠനങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പലതരം കമ്പണൻസ് ഉണ്ട്. അപ്പോൾ അതിലെ ഒരു പ്രോട്ടോ ഡയോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പണൻറ്റ്, അതുപോലെ പ്രോട്ടോ ഗ്രസിൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പണൻ്റാണ് ഇതിന് അഫ്രോഡിസിയാക് ആക്ടിവിറ്റി കൂട്ടുന്നത്. അപ്പോൾ ഈ പ്രോട്ടോ ഡയോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പണൻറ്റ് ഇതും നാച്ചുറലി ടെസ്റ്റോസ്റ്റിറോൺ കൂട്ടിയിട്ടാണ് ഈ ഒരു എഫക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് സെക്സ് ഡ്രൈവ് കൂട്ടാനും നമ്മുടെ ബോൺ മാരോന്ന് റെഡ് സെൽസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനും മസ്കുലർ ഡെവലപ്മെൻറ്റിനും അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഓക്സിജൻ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനും ഒക്കെ നല്ലതാണ്. അതുകൊണ്ട് ഇത് മൊത്തത്തിൽ ഹെൽത്തിന് നല്ലതാണെന്നുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. ഇനി വൈറ്റമിൻ ഡി ഇതിലെ ഈ മെഡിസിനിൽ കണ്ട ഒരു പ്രധാന ഒരു കമ്പണൻ്റ് ആണ്. നമുക്കറിയാം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരാനുള്ള പ്രധാന കാരണം ബ്ലഡ് വെസൽസ് ബ്ലോക്ക് ആവുന്നതാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം അതെറോസ്ക്ലീറോസിസ് എന്നൊക്കെ പറയും. നമുക്ക് ഹാർട്ടിലൊക്കെ രക്തക്കുഴൽ ബ്ലോക്ക് ആവുന്ന പോലത്തെ ഒരു കണ്ടീഷനാണത്. അപ്പോൾ ആ അതെറോസ്ക്ലീറോസിസ് വൈറ്റമിൻ ഡിൻ്റെ അളവ് കുറയുമ്പോൾ കൂടുമെന്നുള്ള പഠനങ്ങളുണ്ട്. അതുപോലെ തന്നെ ആർട്ടീരിയൽ കാൽസിഫിക്കേഷൻ, നമ്മുടെ ബ്ലഡ് വെസൽസിൽ കാൽസിഫൈഡ് ആവുന്ന ഒരു കണ്ടീഷൻ, അതും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ റിസ്ക് കൂട്ടും. വൈറ്റമിൻ ഡി കുറയുമ്പോൾ ആ കാൽസിഫിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഈ ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിലുള്ള എൻഡോത്തീലിയത്തിൻ്റെ ഒരു ഹെൽത്ത് കൂട്ടാൻ വൈറ്റമിൻ ഡി വളരെ നല്ലതാണ്. ഇനി ഒരുപാട് മിനറൽസ് നമ്മുടെ സെക്ഷൽ ഹെൽത്തിന് വേണ്ടതാണ്. ഏറ്റവും പ്രധാനമായിട്ട് സിങ്ക് ഒപ്റ്റിമലായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ ഉണ്ടാക്കാൻ നല്ലതാണ്. അതുപോലെ ഇൻഫ്ലമേഷനെ കുറക്കും, എൻഡോത്തീലിയൽ ഫംഗ്ഷനെ നന്നാക്കും. അപ്പോൾ ഇറക്ടൈൽ ഫംഗ്ഷനെയും മെയിൽ സെക്ഷൽ ആക്ടിവിറ്റിയെയും പൊതുവെ നന്നാക്കുന്ന ഒരു സംഗതിയാണ് സിങ്ക്. ഇനി നമ്മുടെ ഈ മെഡിസിനിലുള്ള മറ്റുള്ള പ്രൊഡക്ട്സുകൾ എന്തൊക്കെയാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ എനർജി, ഫാറ്റ്, DHA, L-കാർണിറ്റിൻ, വൈറ്റമിൻ സി, B1, B6, B12, D2, E, K, പാൻറ്റോത്തനിക് ആസിഡ്, നിയാസിൻ, ബയോട്ടിൻ, ഫോളിക് ആസിഡ്, കോളിൻ, കാൽഷ്യം, മഗ്നീഷ്യം, കോപ്പർ, അയൺ, മാംഗനീസ്, പൊട്ടാഷ്യം, ഫോസ്ഫറസ്, സോഡിയം, അയോഡിൻ, സെലീനിയം, ക്രോമിയം, മോളിബ്ഡിനം, ഇങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് ആണ് ഇത്. അപ്പോൾ ഇത് ചില ആളുകൾക്ക് മൈൽഡ് ടു മോഡറേറ്റ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള ആളുകൾക്ക് ഇത് മാത്രം മതിയാവും. അപ്പോൾ വയാഗ്രയിലേക്ക് പോവുകയോ അതിൻ്റെ ഒരു അഡിക്ഷനിലേക്ക് എത്തുകയോ ഒന്നും വേണ്ടി വരില്ല. അതേസമയം കുറച്ച് മോഡറേറ്റ് ടു സിവിയർ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള ആളുകൾക്ക് ഇതിന് കൂടി തന്നെ ഈ PDE5 ഇൻഹിബിറ്റേഴ്സും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ചിലപ്പോൾ റിസൾട്ട് വരാറുള്ളത്. അപ്പോൾ ഇത് വളരെ ലോങ് ടേം ആയിട്ട് കഴിക്കാവുന്ന ഒരു മെഡിസിൻ തന്നെയാണ്. ഓവറോൾ സെക്ഷൽ ഹെൽത്തിന് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരു വലിയ രീതിയിലുള്ള ഒരു സൈഡ് എഫക്റ്റ് ഒന്നും കാണാറില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും അബ്ഡോമിനൽ അബ്സെറ്റ്സ് അങ്ങനത്തെ എന്തെങ്കിലും മൈനർ സൈഡ് എഫക്ട്സ് അല്ലാതെ കാണാറില്ല. അപ്പം ഇതൊക്കെയാണ് പൊതുവെ കൊടുക്കാറുള്ളത്. ഇപ്പോൾ പലപ്പോഴും പല ആളുകളും ടെസ്റ്റോസ്റ്റിറോണ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻ ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ ഈ പൊതുവെ നമ്മൾ ഈ പുറമേന്ന് ടെസ്റ്റോസ്റ്റിറോണായിട്ട് നമ്മൾ കൊടുക്കാറില്ല. കാരണം അതങ്ങനെ കൊടുക്കുമ്പോൾ അത് ഉള്ളിലുള്ള ബോഡിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷനെ കുറക്കുകയും അത് കൂടുതൽ കോംപ്ലിക്കേഷനിൽ ചില ആളുകൾക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നിട്ട് ഇതിനെ ബൂസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഹെൽത്തി വേ ആയിട്ട് നമ്മൾ സ്വീകരിക്കാറുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ടോപ്പിക്ക് നിർത്തുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും കൺസൾട്ടേഷനോ മറ്റോ വേണമെങ്കിൽ താഴെ നമ്പറിൽ വിളിക്കുക. അപ്പം കൺസൾട്ട് ചെയ്യാവുന്നതുമാണ്. താങ്ക് യു ഓൾ.